കൂട്ടം കൊല്ലമ്പടിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചടങ്ങ് KP നൗഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പൊന്നാനി MLA KP നൗഷാദ് അലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഓഫീസർ ഖമറുന്നിസ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. സുരേഷ് പുന്നക്കൽ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ഷംസുദ്ദീൻ, മുഹമ്മദ് പൊന്നാനി, ഇസ്മായിൽ, ഉണ്ണികൃഷ്ണൻ പൊന്നാനി, സത്താർ, കബീർ, ഹരിദാസ്, രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സജീവ് സ്വാഗതവും ബക്കർ നന്ദിയും പറഞ്ഞു. നമ്മുടെ ഇടയിലൊക്കെ സഹസ്രാബ്ദങ്ങളായിട്ടുണ്ട്. ആ ലഹരി ജീവിതത്തെ മെല്ലെ മെല്ലെ കാർന്നു തിന്നുന്ന ഒരു ലഹരിയാണ്. അത് മനുഷ്യനെ അടിമപ്പെടുത്തുകയും എന്നാൽ അതിന് അടിമപ്പെട്ട ആളുകൾക്കൊരു വിമോചനം സാധ്യമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലഹരിയാണ്. മദ്യവർജനത്തെക്കുറിച്ചും മദ്യവിരുദ്ധത മുൻനിർത്തിയൊക്കെ നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കളും മതവിശ്വാസങ്ങളും ഒക്കെ എല്ലാ കാലത്തും അതിശക്തമായ നിലപാട് നമ്മുടെ സമൂഹത്തിൽ എടുത്തിട്ടുണ്ട്. മദ്യപിച്ച ആളുകളെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഒരു ഗന്ധത്തിൽ നിന്ന് അവരെ തിരിച്ചറിയുകയും ചെയ്യും. എന്നാൽ ഈ മദ്യമുണ്ടാക്കുന്ന ദൂഷ്യഫലത്തിൻ്റെ ഒരു 10,000 ഇരട്ടിയെങ്കിലും കടുത്ത ദൂഷ്യങ്ങളുണ്ടാക്കുന്ന രാസലഹരികൾ അതിന്ന് നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറയുടെ ഇടയിലൊക്കെ വ്യാപകമാവുന്നു എന്നുള്ളത് അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു 6 മാസം സ്ഥിരമായിട്ട് ഒരാളത് ഉപയോഗിച്ചാൽ അയാളുടെ ആരോഗ്യം ക്ഷയിച്ച് അദ്ദേഹം ഈ സമൂഹത്തിന് ബാധ്യതയാവുന്ന മട്ടിലുള്ള ഒരു പോക്കിന് തുടക്കമാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എല്ലും പല്ലും മുടിയും ബുദ്ധിയും പ്രജ്ഞയും ഒക്കെ നശിച്ചുകൊണ്ട് നിവർന്ന് നിൽക്കാൻ പോലും ശേഷിയില്ലാതെ വളഞ്ഞും ഒടിഞ്ഞും തൂങ്ങിയുമൊക്കെ അത്തരം ആളുകൾ നാടിന് ബാധ്യതയായതിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരമൊരവസ്ഥയിലേക്കാണത് പോവുക. 1 വർഷം തുടർച്ചയായിട്ട് ഈ രാസലഹരി ഉപയോഗിച്ച ആൾ പിന്നെ അയാളുടെ ജീവിതത്തിൽ ആരോഗ്യം അത് ശാരീരികമായിട്ടുമില്ല മാനസികമായിട്ടുമില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ജീവിതമാർഗം തേടാനും കഴിയാത്ത സമ്പൂർണമായ ഒരു വേസ്റ്റായിട്ട് അദ്ദേഹം മാറുകയാണ്. അത് സമൂഹത്തിൽ വലിയ ചോദ്യം അല്ലെങ്കിൽ ചോദ്യചിഹ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു ആരോഗ്യമില്ല, തൊഴിലിന് പോകാൻ പറ്റാത്ത ആളുകൾക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത്തരം രാസലഹരി തൊട്ട് ജീവിതത്തിലൊരു ചായ വാങ്ങി കുടിക്കാൻ വരെ അയാൾ പണം സമ്പാദിക്കാൻ അദ്ദേഹം വഴിവിട്ട രീതികളിൽ പെരുമാറി തുടങ്ങുമ്പോൾ അതൊരു സമൂഹത്തിന് വലിയൊരു ശല്യവും ബാധ്യതയായിട്ട് മാറും. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പൊന്നാനി കൊല്ലമ്പടിയിലെ കൂട്ടം അംഗങ്ങളുടെ മക്കളായ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഒരു അംഗീകാരമാണെങ്കിലും സമ്മാനം കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ അതും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു അംഗീകാരമാണെങ്കിൽ അതിന് മധുരം കൂടും. അപ്പോൾ എല്ലാ വിജയികൾക്കും ആദ്യം ആശംസ നേരുന്നു. എന്തായാലും കുറച്ച് സമയം കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. എല്ലാവർക്കും കുറേ ദിവസമായിട്ട് കേൾക്കുന്നതാണ് ലഹരി. കുറേ കാലമായിട്ട് ഒരു 3-4 വർഷമായിട്ട് നമ്മൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് അല്ലേ. പക്ഷെ എന്നിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇത് പോകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. പെൺകുട്ടികൾ വിചാരിക്കും ഈ മാഡത്തിന് എന്താ, ഞങ്ങൾക്ക് ലഹരിയൊന്നും ഇല്ലാന്ന്. നിങ്ങൾക്ക് ലഹരി ഉണ്ടോ? ഇല്ല ഉണ്ടോ? എന്താ കേട്ടില്ല. എന്തെങ്കിലും ലഹരി ഉണ്ടോ? നിങ്ങൾക്കാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇവർക്ക് വേറെ ക്ലാസ് ആണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങളെയാണ്
ഫുട്ബോൾ ലഹരിയാണ്. നല്ലൊരു കയ്യടി കൊടുക്ക്. ചെറുതാണെങ്കിലും കറക്റ്റ് ആൻസർ പറഞ്ഞല്ലേ. ഫുട്ബോൾ ലഹരിയാണ്. സത്യം പറഞ്ഞ ഈ ലഹരികൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഫുട്ബോളും പഠിത്തവും നമ്മുടെ ജീവിതവും ഒക്കെ ലഹരിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു തലമുറ നമുക്ക് മുന്നിലുണ്ടെങ്കിൽ ജീവിതത്തിലെ മറ്റു ലഹരികൾ തേടി, ചീത്ത ലഹരികൾ തേടി ഒരു കുട്ടിയും പോകില്ല. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. എനിക്ക് ഫുട്ബോളാണ് ഇഷ്ടം. ഏതാ ടീം? റൊണാൾഡോ. തോറ്റല്ലേ, എങ്കിലും അടുത്ത വർഷം നമ്മൾ തിരിച്ചു വരും അല്ലേ? അതാണ് ആ ഒരു സ്പിരിറ്റ് എന്നും ഉണ്ടാവട്ടെ ലൈഫിൽ. തോൽവികളും അംഗീകരിക്കണം അല്ലേ? അപ്പോ എന്താണ് ലഹരി? ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക കുടിക്കുന്ന സാധനം, വലിക്കുന്ന സാധനം, ചവിക്കുന്ന സാധനം, ഇങ്ങനെയായിരിക്കും. ഒരിക്കലും ലഹരി എന്നുള്ളൊരു വാക്ക് അതല്ല. നമ്മുടെ മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും തരുന്ന ഏതൊന്നിനെയും നമുക്ക് എന്ത് പറയാം? ലഹരി എന്ന് പറയാം. നമുക്കത് കാണുമ്പോൾ സന്തോഷം കിട്ടുന്നു, ഉപയോഗിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നു, വീണ്ടും വീണ്ടും അതിനെ ഉപയോഗിക്കാനോ കാണാനോ തോന്നുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് പറയാം? ലഹരി എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ലഹരികളുണ്ട്. ആദ്യം ഞാൻ പറയാം നിങ്ങളടുത്ത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ലഹരി ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട് ഹാപ്പിയാണോ? ആണോ അല്ലയോ? ആണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ആദ്യത്തെ ലഹരി അവരുടെ കുടുംബമാണ്, ജീവിതം. അതാണ് കുടുംബം. ആ കുടുംബം ലഹരി അല്ലെങ്കിൽ വീട്ടിൽ ഉമ്മയും ഉപ്പ എന്നും വഴക്കായിക്കോട്ടെ, നിങ്ങൾക്ക് അവിടെ പോകാൻ തോന്നുമോ? തോന്നില്ല. നമുക്ക് ഞാനും ഭാര്യയും ഭർത്താവും തമ്മിൽ ഇപ്പൊ എന്നും പ്രശ്നങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതം എന്തായിരിക്കും? നല്ലൊരു ദുരിതമായിരിക്കും. അപ്പോ ഏറ്റവും നല്ല ലഹരി എന്ന് പറയുന്നത് കുടുംബമാണ്, ജീവിതമാണ്. ഒരു നല്ല കുടുംബത്തിൽ ഒരു കുട്ടിയായിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ ആ കുടുംബം പൂർണ്ണമാകുന്നു. നല്ലൊരു വേലിക്കെട്ടുണ്ടെങ്കിൽ, നല്ലൊരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിന്റെ ചീത്ത ലഹരി തേടി പോകേണ്ടി വരില്ല.